ഹലോ, വെൽക്കം ടു ഐഫ. നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. എന്നാൽ ഹിസ്റ്ററിയുടെ ഫൈനൽ ആൻസർ കീയിലേക്ക് റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് തെറ്റുകൾ എൻ ടി എയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്നു. നമ്മളത് ഒതന്റിക് സോഴ്സ് ഒക്കെ വെച്ചിട്ട് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന ഫൈനൽ ആൻസർ കീ വന്നപ്പോഴും പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്താണോ എങ്ങനെയായിരുന്നു ആൻസേഴ്സ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പോൾ യാതൊരുവിധ ചേഞ്ചസും നമ്മൾ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്തിട്ടും ഒരു ക്വസ്റ്റ്യൻ പോലും എൻ ടി എ ഡ്രോപ്പ് ചെയ്യുകയോ ആൻസേഴ്സ് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് മാറ്റിയിട്ട് റൈറ്റ് ആൻസേഴ്സ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അല്ലെ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ എൻ ടി എ തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ഇപ്പോഴും ഫൈനൽ ആൻസർ കീയിലും കൊടുത്തിട്ടുള്ളത്? ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്താണ് ഐഫറിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടും എൻ ടി എ മാറ്റാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മൗര്യൻ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു, മൗര്യൻ എംപയർ 5 പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ ടി എ ആൻസർ കീയിൽ തേർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ എൻ ടി എ മൗര്യൻ എംപയർ 4 പ്രൊവിൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഒതന്റിക് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് കൊളോണിയൽ ഇറയിലെ പെസന്റ് ആൻഡ് ട്രൈബൽ റിവോൾട്സിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ബംഗാൾ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് റിവോൾട്ട്, ബിൽ റിബല്യൻ, സാന്താൾ റിബല്യൻ, ഡെക്കാൻ റയറ്റ്സ്, ദ മോപ്ല അപ്രൈസിംഗ് എന്നുള്ള രീതിയിലാണ്. എൻ ടി ഇതിൽ 2 ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ കറക്റ്റ് ആൻസർ 4 ആണ്. കാരണം ഇതിൽ അവസാനം വരുന്നത് ദ മോപ്ല അപ്രൈസിംഗ് ആണ് എന്നുള്ളതാണ്. ഇതും എൻ ടി എ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ആൻസർ ആണ് എന്നുള്ള രീതിയിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എൻ ടി എയുടെ ആൻസർ കീ പ്രകാരം ഇതിൽ ഒക്ടോബർ 1953 തമിഴ്നാട് വാസ് ക്രിയേറ്റഡ് ആസ് തമിഴ് സ്പീക്കിംഗ് സ്റ്റേറ്റ് എന്നുള്ളത് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 1953 തമിഴ്നാടല്ല, 1953 ഒക്ടോബറിൽ ആന്ധ്രാപ്രദേശ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതും നമ്മൾ ഒതന്റിക് സോഴ്സ് വെച്ചിട്ട് തന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് നെയിം ദ ബുക്ക് വിച്ച് മെൻഷൻ ദാദുദയാൽ ആസ് പിഞ്ചാര ആൻഡ് ദുനിയ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള വർക്ക് ഗ്രന്ഥാവലിയാണ് എൻ ടി എ അവരുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം കൊടുത്തിട്ടുള്ളത്. എന്നാൽ കറക്റ്റ് ആൻസർ വന്നിട്ട് ദ ബിസ്താനി മദാഹിബ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അത് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കലി കാസ്റ്റ് റിഫോംസിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹ, മഹത് സത്യാഗ്രഹ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, ബഹിഷ്കൃത് ഹിതകർണി സഭ, ഓൾ ഇന്ത്യ ഡിപ്രസ് ക്ലാസ് ലീഡേഴ്സ് കോൺഫറൻസ് ഒക്കെയാണ് ഇതിൽ നമ്മളോട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ എൻ ടി എ കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ്, CADDE. ഇതിൽ പറയുന്നത് ആദ്യം സി ആണെന്നാണ്. അതായത് ആദ്യം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നുള്ളതാണ് എൻ ടി ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സെൽഫ് റെസ്പെക്റ്റിന് മുന്നേ വൈക്കം സത്യാഗ്രഹം, മഹത് സത്യാഗ്രഹമൊക്കെ നടന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹ അതുപോലെ ബഹിഷ്കൃത് ഹിതകർണി സഭ അതിന് മുന്നേ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം ബഹിഷ്കൃത് ഹിതകർണി സഭയാണ് ഇതിൽ ആദ്യം വരുന്നത്. അതിനുശേഷം വൈക്കം സത്യാഗ്രഹ വരുന്നു, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, മഹത് സത്യാഗ്രഹ, അവസാനം ഓൾ ഇന്ത്യ ഡിപ്രസ് ക്ലാസ് ലീഡേഴ്സ് കോൺഫറൻസ് എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു ആൻസർ വരുന്നത്. അതും തികച്ചും എൻ ടി എ തെറ്റായിട്ടുള്ള ഒരു ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്കറിയാം ഗുപ്ത എംപയറിലെ പ്രൊവിൻസസ് എന്താണ് അറിയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രൊവിൻസ് ഓഫ് ദ ഗുപ്ത എംപയർ വേർ നോൺ ആസ്, അതായത് എന്താണ് ഗുപ്ത എംപയറിന്റെ പ്രൊവിൻസ് എന്താണ് അറിയപ്പെടുന്നത് എന്നുള്ളത്. അതിൽ എൻ ടി എ കൊടുത്തിട്ടുള്ളത് മണ്ഡല എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. എന്നാൽ ഇതിന്റെ ആൻസർ വന്നിട്ട് ബുക്തീസ് ആണ് അല്ലെ. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ഉപീന്ദർ സിംഗിന്റെ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ നമ്മുടെ കൂടുതൽ നെറ്റ് ആസ്പിരൻസും പഠിക്കുന്ന ഒരു വർക്കാണ് അല്ലെ ഉപീന്ദർ സിംഗിന്റെ വർക്ക്. ആ ഒരു വർക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ്, ദ ഗുപ്ത എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസ് നോൺ ആസ് ദേശാസ് ഓർ ബുക്തീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഒതന്റിക് സോഴ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഒരു ക്വസ്റ്റ്യനും എൻ ടി എ മാറ്റിയിട്ടില്ല. മണ്ഡലാസ് എന്ന് തന്നെയാണ് എൻ ടി എ ഫൈനൽ ആൻസർ കീയിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്
നമുക്കറിയാം ഇതിൽ ഡി സ്റ്റേറ്റ്മെന്റ് ഒഴികെ യജുർവേദ ഡീൽസ് വിത്ത് സോങ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയൊക്കെ കറക്റ്റ് ആണ് അല്ലെ. ബ്രാഹ്മണാസ് എക്സ്പ്ലെയിൻ സാക്രിഫൈഷ്യൽ റിച്വൽസ്, ഉപനിഷത്സ് കണ്ടെയ്ൻ ഫിലോസഫിക്കൽ ഐഡിയാസ്, ആര്യണ്ണഗാസ് ആർ ഫോറസ്റ്റ് ബുക്സ്, അതർ വേദ കണ്ടെയ്ൻ സ്പെൽസ് ആൻഡ് ചാംസ്. ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. നമുക്കറിയാം എ ബി സി ആൻഡ് ഇ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അതിൽ 2 നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എ ഇ ബി സി, 3 നോക്കുകയാണെങ്കിൽ എ ബി സി ഇ. രണ്ടും 2ഉം 3ഉം സെയിം ഓപ്ഷൻസ് ആണ്. എന്നാൽ എനിക്ക് തേർഡ് ഓപ്ഷന് മാത്രമാണ് ശരിയായിട്ട് തന്നിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും എനിക്ക് 2ഉം 3ഉം ആൻസർ ആയിട്ട് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും അത്രയും ഒതന്റിക് ആയിട്ട് നമുക്ക് അത്രയും എനിക്ക് കൊടുത്തത് തികച്ചും തെറ്റായിട്ടുള്ള ആൻസർ ആണ് എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എന്താണ് ഇതിനെതിരെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇത്രയും തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ഹിസ്റ്ററിയിൽ കൊടുത്തിട്ട് ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ. 1 മാർക്കിനോ 1 ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനോ നെറ്റും JRF-ഉം മിസ്സായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഹിസ്റ്ററിയിൽ നമ്മുടെ ഐഫറിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റിസൾട്ട് വന്ന അന്ന് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും കളക്റ്റീവ് ആയിട്ട് നമ്മൾ എല്ലാവരും NTA-യിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഇഷ്യൂ ആണ് അല്ലെ. കാരണം 8ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ, അതിൽ 5 ക്വസ്റ്റ്യൻ എങ്കിലും NTA നിർബന്ധമായിട്ടും മാറ്റേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് NTA തെറ്റായിട്ട് കൊടുത്തിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ശരി ഉത്തരം കൊടുത്തിട്ടാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യാതിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെയിലിന് NTA നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? അവര് റെസ്പോണ്ട് ഷോർട്ട്ലി തന്നെ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ നമ്മൾ റെഗുലർലി NTA-യുടെ സൈറ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് NTA കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്താ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു അവരെന്തായാലും ഈ ഒരു ആൻസർക്ക് റിസൾട്ട് റിവൈസ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് സ്റ്റുഡൻസ് അത്രയും ഒരു ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യനൊക്കെ JRF-ഉം നെറ്റും മിസ്സായവരുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം റിസൾട്ട് വീണ്ടും റിവൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ പോകും എന്നുള്ള രീതിയിലും ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴുള്ള സ്റ്റുഡൻസിന്റെ ക്വാളിഫിക്കേഷൻ ഇപ്പോഴുള്ള റിസൾട്ട് പിൻവലിക്കാതെ അർഹതപ്പെട്ട ജസ്റ്റിസ് നീതി അർഹിക്കുന്ന അല്ലെങ്കിൽ ശരി ഉത്തരം കൊടുത്തിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ സ്റ്റുഡൻസിനും ക്വാളിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ NTA-ക്ക് മെയിൽ അയച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. NTA നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഒരു പ്രതീക്ഷ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് നമുക്ക് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. നമ്മൾ എല്ലാവരും മെയിൽ അയച്ചിട്ടുണ്ട്. ഇത് കാണുന്ന നിങ്ങൾ കൂടി മെയിൽ അയക്കുക, NTA-യിലേക്ക് നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം ആൾക്കാർ ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു NTA തെറ്റായ ആൻസേഴ്സ് കൊടുത്തതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. അത്രത്തോളം NTA ഒരു ആൻസർ കീയിൽ വന്നിട്ടുള്ള അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്സ് തിരുത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുകയും അതുപോലെ നിങ്ങൾ മെയിൽ അയക്കാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് അറിയാം, ഒരുപാട് സ്റ്റുഡൻസിന് 1ഓ 2ഓ ക്വസ്റ്റ്യൻസിന് നെറ്റും JRF-ഒക്കെ മിസ്സായവരുണ്ട്. അപ്പോൾ നമുക്ക് NTA എന്ത് ചെയ്യാം, ഈ ഒരു ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് തിരുത്തും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളും മെയിൽ കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അനീസറിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം, അനീസർ നമ്മുടെ CEO ആയിട്ടുള്ള അനീസർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സാർ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ച് ചെയ്തിട്ടും NTA മാറ്റാതിരുന്നത്, അതുപോലെ നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഐഡിയ ആണ് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്